ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം അവസാന ഘട്ടത്തിൽ. നമീബിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. കയർ കോർപ്പറേഷന്റെ തിരുവനന്തപുരം ലുലു മോളിലെ ഷോറൂം വ്യവസായ മന്ത്രി പി രാജീവ് നാളെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലെ സന്ദർശനം അവസാന ഘട്ടത്തിൽ. ഇന്ന് നമീബിയയിലെ വിൻഡ്ഹോക്കിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് പ്രതിനിധിതല ചർച്ചകൾ നടക്കും. നമീബിയ പാർലമെന്റിനെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന കയർ കോർപ്പറേഷൻ തിരുവനന്തപുരം ലുലു മോളിൽ അത്യാധുനിക മാട്രസ് എക്സ്പീരിയൻസ് ഷോറൂം ആരംഭിക്കുന്നു. ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നാളെ വൈകുന്നേരം നിർവഹിക്കും. കേരളത്തിന്റെ തനത് കയർ ഉൽപ്പന്നങ്ങൾ, മെത്തകൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും ഇവിടെയുണ്ടാകും. നിപ വ്യാപനത്തിനെതിരെ ജാഗ്രത തുടർന്ന സംസ്ഥാനം. നിപ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിനി കോഴിക്കോട് ഐസിയുവിൽ ചികിത്സയിലാണ്. നിലവിൽ 485 പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 192 പേരും, കോഴിക്കോട് 114 പേരും, പാലക്കാട് 176 പേരും, എറണാകുളത്ത് 2 പേരും, കണ്ണൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടുയർത്തി BMS അനുകൂല തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ദേശീയ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. പണിമുടക്ക് ദിനം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. തമിഴ്നാട് ഭാഗത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയ വാഹനങ്ങൾ തടഞ്ഞതോടെ ചില വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിട്ടു. അതേസമയം തമിഴ്നാടിന്റെ തിരുവനന്തപുരം നാഗർകോവിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്കും തടസ്സമില്ല. കൊല്ലം KSRTC ഡിപ്പോയിൽ നിന്ന് സർവീസ് തയ്യാറായ ബസ്സുകളും സമരാനുകൂലികൾ തടഞ്ഞു. വയനാട് കൽപ്പറ്റയിൽ തിരുവനന്തപുരത്ത് നിന്നെത്തിയ ദീർഘദൂര KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എത്തിയ യാത്രക്കാർ വാഹനങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായി. ചിലയിടങ്ങളിൽ കടകളും അടപ്പിക്കുന്നുണ്ട്. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മൂലം ജലോത്സവം കേരളത്തിലെ വള്ളംകളി കാലത്തിന്റെ തുടക്കം കൂടിയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആരംഭിക്കുന്ന മത്സരം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഇന്നത്തെ പണിമുടക്കിൽ നിന്നും ചമ്പക്കുളം വള്ളംകളിയെ ഒഴിവാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ചെറുതന ന്യൂ ബോട്ട് ക്ലബ് ചെറുതന പുത്തൻചുണ്ടനിലും, കൈനഗിരി UBC ആയാപറമ്പ് പാണ്ടിച്ചുണ്ടനിലും, ചമ്പക്കുളം ബോട്ട് ക്ലബ് ചമ്പക്കുളം ചുണ്ടനിലും, നടുഭാഗം ബോട്ട് ക്ലബ് നടുഭാഗം ചുണ്ടനിലും, നിരണം ബോട്ട് ക്ലബ് ആയാപറമ്പ് വലിയ ദിവാഞ്ചിയിലും പോരിനിറങ്ങും. വെപ്പ് വള്ളങ്ങളും മത്സരരംഗത്തുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ സ്മരണാർത്ഥം നടത്തുന്ന വള്ളംകളിയിൽ ചമ്പക്കുളം മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിലും മാപ്പിളശ്ശേരി തറവാട്ടിലും പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നുണ്ട്. BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. ഈ മാസം 12-ന് BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഷാ പുത്തരിക്കണ്ടം മൈതാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യും. BJP സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന ICAR കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷം ഈ മാസം 11-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ജീവനക്കാരെയും കർഷകരെയും ആദരിക്കൽ, സാങ്കേതിക വിദ്യകളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും പ്രകാശനം തുടങ്ങിയവ ഗവർണർ നിർവഹിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം റദ്ദാക്കി ഹൈക്കോടതി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജസ്റ്റിസ് DK സിംഗിന്റേതാണ് ഉത്തരവ്. നടപടിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് 2 മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാമെന്ന് ഹൈക്കോടതിയെ അറിയിച്ച സെൻസർ ബോർഡ്. ജാനകി എന്നതിന് പകരം ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്ന് മാറ്റണമെന്നാണ് ബോർഡിന്റെ ആവശ്യം. കേസിൽ ഉച്ചയ്ക്ക് 1:45 വാദം പുനരാരംഭിക്കും. കേരള സർവകലാശാലയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 27 പ്രവർത്തകർക്കും കണ്ടാലറിയാവുന്ന 1000 പ്രവർത്തകർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് മൊബൈൽ പാസ്പോർട്ട് സേവാ വാനുകൾ വിന്യസിക്കുന്നു. മറ്റന്നാൾ തിരുവനന്തപുരം കളക്ടറേറ്റ് പരിസരത്ത് ജില്ലാ കളക്ടർ അനുകുമാരിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അപേക്ഷകർക്ക് സേവനം ലഭ്യമാകും. കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി ഇന്ററാക്റ്റീവ് തീമാറ്റിക് ടൂറിസം മാപ്പ് തയ്യാറായി. സാങ്കേതിക വിദ്യയിലൂടെ വിനോദയാത്രകൾ ലളിതവും സുഗമവും സ്മാർട്ടുമാക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ 10 സഞ്ചാരപാതകളായി തിരിച്ച് തയ്യാറാക്കിയ മാപ്പിൽ ഓരോ ട്രയലിനും വ്യത്യസ്ത കളർ കോഡ് നൽകിയിട്ടുണ്ട്. മൊബൈൽ സ്കാനിംഗ് വഴി സഞ്ചാരികൾക്ക് ഇഷ്ടമുള്ള ട്രയൽ മാപ്പിൽ നിന്നും തിരഞ്ഞെടുക്കാം. കേന്ദ്രങ്ങളുടെ വിശദമായ വിവരങ്ങളും ഗൂഗിൾ ലൊക്കേഷൻ മാപ്പിംഗും ഉൾപ്പെടെയുള്ള ബ്രോഷർ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനവും മാപ്പിലുണ്ട്. സാഹസികത, കടപ്പുറം, പൈതൃക നഗരം, ജൈവവൈവിധ്യം, ഫാം ടൂറിസം, ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം, സ്പൈസ് റൂട്ട്, തീർത്ഥാടനം, ഭക്ഷണപ്പെരുമ, വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് എന്നിവയാണ് മാപ്പിലെ ട്രയലുകൾ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ നിലവിൽ 2-1 മുന്നിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 12-ന് ബർമിംഗ്ഹാമിൽ നടക്കും. അതേസമയം ഇന്ത്യ-ഇംഗ്ലണ്ട് പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് നാളെ വെസ്റ്റ്മിൻസ്റ്ററിൽ തുടക്കമാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 12 വരെ കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് സമീപം ഈസ്റ്റ് കല്ലൂരിൽ ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങി. കൃഷിയിടങ്ങളിലും വീടുകൾക്ക് സമീപവും കാട്ടാനകളെത്തി. പോലീസിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആനകളെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം, എറണാകുളം ജില്ലയിലെ കലൂർക്കാട്, പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പയ്യാവ് ഭാഗത്ത് ഇന്ന് രാവിലെയാണ് 2 കാട്ടുകൊമ്പന്മാരെത്തിയത്. റബ്ബർ, പൈനാപ്പിൾ, റംബൂട്ടാൻ തോട്ടങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലൂടെയും വീടുകൾക്ക് സമീപവും കാട്ടാനകളെത്തി. വനവുമായി അതിർത്തി പങ്കിടാത്ത പ്രദേശത്താണ് കാട്ടാനകൾ എത്തിയത്. ആനകൾ ഏത് ഭാഗത്ത് നിന്ന് വന്നു എന്നതിൽ വ്യക്തതയില്ല. ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാനകൾ കാളിയാർ പുഴ കടന്ന പുന്നമറ്റം എന്ന ഭാഗത്തേക്കാണ് പോയത്. ഇവിടവും ജനവാസ മേഖലയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 49 പോയിന്റ് നേട്ടത്തിൽ 83,726-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 20 പോയിന്റ് ഉയർന്ന് 25,542-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ് 72,000 രൂപയും ഗ്രാമിന് 9,000 രൂപയുമാണ് ഇന്നത്തെ വില. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപോലീത്ത മാർ ആപ്രേമിന്റെ കബറടക്കം നാളെ ഉച്ചയ്ക്ക് തൃശൂർ മാർത്ത മറിയം വലിയ പള്ളിയങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിൽ നടക്കും. വലിയ പള്ളിയിൽ പൊതുദർശനം തുടരുകയാണ്. മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവും RJD സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ചാരുപാറ രവിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. വിയോഗം പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് വീട്ടുവളപ്പിൽ നടക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ അഗ്നിവീർ വായുസേനയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ ഈ മാസം 31 രാത്രി 11 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും agnipath.vayu.cdac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അരിവാൾ കോശ രോഗപ്രതിരോധം, ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ട് കാസർഗോഡ് ജില്ലയിൽ അരിവാൾ കോശ രോഗനിർണയ പരിശോധന ആരംഭിച്ചു. അറിയാം അകറ്റാം അരിവാൾ കോശരോഗം ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം അവസാന ഘട്ടത്തിൽ. നമീബിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം റദ്ദാക്കി ഹൈക്കോടതി. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. കയർ കോർപ്പറേഷന്റെ തിരുവനന്തപുരം ലുലു മോളിലെ ഷോറൂം വ്യവസായ മന്ത്രി P. രാജീവ് നാളെ ഉദ്ഘാടനം ചെയ്യും.
സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.